ലൈസൻസിൻ്റെ ടെസ്റ്റിന് ഇപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് പോകണം കേട്ടോ. എൻ്റെ പോക്കണ്ട വിചാരിച്ച എല്ലാം കിട്ടിയിട്ടാണ് പോകണമെന്ന് ഒരിക്കലും അല്ല കേട്ടോ. നമുക്ക് ഏതും കിട്ടിയില്ല കേട്ടോ. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കാറിൻ്റെ എച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം റോഡ് പ്രാവശ്യം ഞാൻ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഈ പോക്കിന് ഏതും കിട്ടില്ല. ഞാൻ കാറ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാറ് റോഡ് പോകുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. അത് 1 2 3 4 ഗിയർക്ക് മാറ്റി കൊടുക്കണം. പക്ഷേ 4ാമത്തെ ഗിയർ ഇട്ടപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഒരു മൂപ്പര് പറഞ്ഞു, സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാന്ന്. അങ്ങനെ എഴുതി ഒപ്പിട്ടൊക്കെ തന്നിക്കണേ. ഇനി നമ്മളെ ലേണിംഗ് ഒക്കെ പുതുക്കിയിട്ടൊക്കെ വേണം കേട്ടോ. അപ്പം എന്തായാലും ഞാനത് വിട്ട് നിൽക്കണമൊന്നുമില്ല. ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നനഞ്ഞു കുളിച്ചിട്ട് കയറാൻ വെച്ചു. അപ്പോൾ ഇനി പുതുക്കിയിട്ട് ഇനി അടുത്ത പോക്കാവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡ്രൈവ് ചെയ്തെങ്കിലും ദേഷ്യം തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഓരോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വന്നപ്പോൾ ഞാനാ വെട്ടിയത്, പോയപ്പോൾ ഞാനാ വെട്ടിയത്, എനിക്ക് ഓട്ടാൻ അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം 8 എച്ചും റോഡൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, ഓരൊക്കെ കാണുമ്പോഴത്തേന് കയ്യും കാലും വിറച്ചിട്ട് വയ്ക്കൂല കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ എച്ചിടും റോഡ് പോകും. എന്താ ചെയ്യുക, ഓരൊക്കെ കാണുമ്പോൾ കയ്യും കാലും വിറക്കും. എന്നോട് പോലീസ് ഓഫീസറാണ്, എന്തിനാ മോളെ എങ്ങനെ കയ്യൊക്കെ വിറക്കും? എൻ്റെ കയ്യൊക്കെ വിറക്കണം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മൂപ്പരെ വെറുതെ തരുമൊന്നുമില്ല. അവർ പറയണ വിചാരിച്ച പോലെ ഇട്ട് കൊടുക്കണ്ടേ. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇതിനും 3ാമത്തേനും ഫെയിലായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരെ മുന്നിൽ ഇട്ട് കൊടുത്താലല്ലേ ഇപ്പോൾ അവർ പാസ്സാക്കി തരുള്ളൂ. പിന്നെ എൻ്റെത് കണ്ട് ആരും ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ലൈസൻസിന് കൊടുക്കാതിരിക്കുമെന്ന് വേണ്ട കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആവില്ല ഇത്. സത്യം പറഞ്ഞാൽ ഇതൊരു ലക്കാണെന്ന് തന്നെ പറയാം.